നമസ്കാരം. CPM-നെതിരെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതിൽ ഞങ്ങൾ ഒന്നാമതാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ, അല്ലെങ്കിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്നതിൽ ഒന്നാം പട്ടം നേടിയെടുക്കാൻ വേണ്ടിയാണോ റിപ്പോർട്ടർ ചാനൽ മത്സരിക്കുന്നതെന്ന് റിപ്പോർട്ടറിലെ ചില വാർത്തകൾ കാണുമ്പോൾ തോന്നിപ്പോവുകയാണ്. ഇന്നലെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്തൊരു വാർത്ത ഞാൻ വായിക്കാം. CPM-ലെ പ്രമുഖൻ നാളെ തൃണമൂൽ കോൺഗ്രസിൽ ചേരും, പ്രഖ്യാപനവുമായി PV അൻവർ. വാർത്താ സമ്മേളനം നാളെ കോട്ടയത്ത് വെച്ച് നടക്കുമെന്നും PV അൻവർ പറഞ്ഞു. ഇന്നലെ റിപ്പോർട്ടർ ചാനൽ റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഞാൻ വായിച്ചത്. എന്തിനു വേണ്ടിയാണ് റിപ്പോർട്ടർ ചാനൽ ഇത്തരത്തിൽ ഒരു വ്യാജ വാർത്ത പ്രചരിപ്പിച്ചത്? ഇടതുപക്ഷത്തിനെതിരെ തെറ്റിദ്ധാരണ വളർത്തുന്ന രീതിയിൽ പൊതുസമൂഹത്തിനിടയിൽ അങ്ങനെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇമാതിരി ഒരു നെറികെട്ട അധാർമിക മാധ്യമ പ്രവർത്തനം റിപ്പോർട്ടർ ചാനൽ നടത്തിയത്. ഇടതുപക്ഷം തകർന്നടിയാൻ പോകുന്നു, ഇടതുപക്ഷത്തിൽ നിന്ന് നേതാക്കളൊക്കെ പല പാർട്ടിയിലേക്ക് പോകുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഈ ട്രീ കട്ടർ ചാനൽ ഇമാതിരി ഒരു തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയത്. ഒരു കാര്യം സത്യമാണ് കേട്ടോ, ഇന്ന് വാർത്താ സമ്മേളനം നടത്തി PV അൻവർ. പക്ഷേ ഇടതുപക്ഷത്തിലെ ഒരു നേതാവും, എന്തിന് LDF-ന്റെ ഘടകകക്ഷിയിലുള്ള പാർട്ടിയിലെ ഒരു നേതാവ് പോലും, ഒരു അണി പോലും, ഒരു പ്രവർത്തകൻ പോലും ഈ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്ന് നമ്മൾ കണ്ടില്ല. മറിച്ച് ആരാണ് ചേർന്ന് നമ്മൾ കണ്ടത്? NDA-യുടെ ഘടകകക്ഷിയായിട്ടുള്ള കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക്കിന്റെ ചെയർമാൻ സജി മഞ്ഞക്കടമ്പിൽ. അയാളാണ് ഇന്ന് PV അൻവറിന്റെ പാർട്ടിയിൽ ചേർന്നത്. ഞങ്ങൾക്കൊരു അബദ്ധം സംഭവിച്ചു, അതൊരു വ്യാജ വാർത്തയായിരുന്നു, ഖേദം പ്രകടിപ്പിക്കുന്നു എന്നൊന്നും റിപ്പോർട്ടർ ചാനൽ പറഞ്ഞു പോലും കേൾക്കുന്നില്ല. നോക്കൂ, ഇത്തരത്തിൽ എന്ത് തമ്മാടിത്തരവും വിളിച്ചു പറയുന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് ആരെങ്കിലും കരുതുന്നുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. ഇടതുപക്ഷത്തിന്റെ പേരിൽ വ്യാജ വാർത്ത പ്രചരിപ്പിക്കാനും ഇടതുപക്ഷ നേതാക്കൾക്കെതിരെ വ്യാജ ആരോപണങ്ങളും ഒക്കെ പ്രചരിപ്പിക്കാനും നമ്മുടെ മാധ്യമങ്ങൾക്ക് ഒരു പ്രത്യേക ഉത്സാഹമാണെന്ന് എല്ലാവർക്കും അറിയാം. നമുക്കറിയാം, ഇന്നലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്ന ദിവസമാണ്. LDF വലിയ മുന്നേറ്റം നടത്തിയ ദിവസമാണ്, UDF-ന്റെ സീറ്റുകൾ പിടിച്ചടക്കിയ ദിവസമാണ്. പക്ഷെ നമ്മുടെ മാധ്യമങ്ങൾ ഇന്നലെ ആ വാർത്ത റിപ്പോർട്ട് ചെയ്തില്ല. ഇന്നലെ ആ വാർത്തയുടെ ശോഭ കെടുത്താൻ വേണ്ടി നമ്മുടെ റിപ്പോർട്ടർ ചാനൽ പ്രചരിപ്പിച്ച വ്യാജ വാർത്ത ഇങ്ങനെയായിരുന്നു. മാത്രമല്ല കേട്ടോ, ചില മാധ്യമങ്ങളിലൊക്കെ വന്ന വാർത്ത കൂടി ഞാൻ പറയാം. അതായത് LDF വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നു, അപ്പോൾ CPM-കാർ ആഘോഷം നടത്തുന്നു. പടക്കം പൊട്ടിക്കുന്നതിനിടയിൽ ആ പടക്കത്തിന്റെ ചെറിയ ഒരു തീപ്പൊരി പോയി പുല്ലിൽ വീണ ഒരു സ്ഥലത്ത് തീപിടുത്തം ഉണ്ടായിരിക്കുന്നു. അതൊക്കെയാണ് അവരുടെ വാർത്ത എന്ന് പറയുന്നത്. CPM-കാർ തീയിട്ടെ, ഇതൊക്കെയാണ് ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത. എന്തായാലും ഇന്ന് നമ്മുടെ CPM-ന്റെ K അനിൽകുമാർ പൊളിച്ചടക്കി റിപ്പോർട്ടർ ചാനലിന്റെ കരണം പുകച്ചുകൊണ്ട് ഇന്ന് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാനതൊന്ന് വായിക്കാം. മാധ്യമങ്ങൾ വിഴുപ്പ് ചുമക്കുക, പക്ഷേ CPM-ന്റെ ചിലവിലാകരുത്. അൻവർ ഉണ്ണിമേസ്ത്രിയെ ഇറക്കി കോട്ടയത്തെ ഞെട്ടിച്ചല്ലോ. ഇനി മേലാൽ CPM-നെ വച്ച് വ്യാജവാർത്ത ചെയ്യാതിരിക്കാനുള്ള അന്തസ് കാട്ടുക. മുമ്പെങ്ങോ CPM ഓഫീസിന്റെ ഓരത്തുകൂടി പോയ ഒരാളെങ്കിലും പാർട്ടിയെ തെറി പറയാൻ ഇറങ്ങിത്തിരിച്ചാൽ വാർത്താമൂല്യം കിട്ടുന്നത് അത്തരം പിശിടുകളുടെ കഴിവുകൊണ്ടല്ല. അൻവർ വെറും പിശിട് മാത്രം, ചാറുപറ്റിയ ചണ്ടി പോലുമല്ല അയാൾ. അത്തരം ഒരാൾ CPM അംഗം ആയിട്ടില്ല. പാർട്ടി സംഘടനയെ പറ്റി അയാൾക്കറിയില്ല. അയാൾ ഉന്നയിച്ച വിഷയങ്ങളിൽ അയാൾ തോറ്റു. ഒരു ആരോപണത്തിലും തെളിവില്ലാത്ത വെളിവ് കെട്ട ഒരാൾ മാത്രം. അത്തരം ഒരാൾ DMK മുതൽ തൃണമൂൽ വരെ ഇവിടെ വരെ ഒഴുകി നടന്നു, പൊങ്ങുതടി പോലെ. ആ പൊങ്ങുതടി വെച്ച് ഇനിയും പാർട്ടിയെ ആക്രമിക്കുന്ന വ്യാജവാർത്ത സൃഷ്ടിച്ച് കാർഡ് ഇറക്കരുത്. കോട്ടയത്ത് ഒരു പത്രസമ്മേളനം, CPM-ലെ പ്രമുഖൻ വരുമെന്ന് പറഞ്ഞ് മാധ്യമ ശ്രദ്ധ തന്നിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആരാണ് വിഡ്ഢിയായത്? മുമ്പൊരു കഥയുണ്ട്. കോട്ടയത്ത് താഴത്തങ്ങാടിയാറ്റിലെ വള്ളംകളിക്ക് സിനിമാ താരം ഉണ്ണിമേരി വരുന്നു. ഈമ്പിലെ കുഞ്ഞ് എന്നൊരു അരാജക ശ്രീമാൻ രസികത്തരങ്ങളുമായി കോട്ടയത്തുണ്ടായിരുന്നു. അദ്ദേഹമായിരുന്നു ഉണ്ണിമേരി വരുന്ന വള്ളംകളി നടക്കുമെന്ന് പ്രചരിപ്പിച്ചത്. ഉണ്ണിമേരിയെ കാണാൻ ആളുകൾ കൂടി. പക്ഷെ സമയമായപ്പോൾ ഉണ്ണിമേസ്ത്രിയാണ് വന്നത്. ഒരക്ഷരമേ മാറിയുള്ളൂ. ആരാണ് മണ്ടന്മാരാകാതിരുന്നത്? അൻവർ അത് ആവർത്തിച്ചു എന്നേ ഉള്ളൂ. തൽക്കാലം ഒരു ഉണ്ണിമേസ്ത്രി മാത്രം. മാധ്യമങ്ങൾക്ക് ഇത് തന്നെ വേണമെന്നാണ് K അനിൽകുമാർ പറയുന്നത്. നോക്കൂ, മാധ്യമങ്ങളെ സംബന്ധിച്ച് ഇത്തരം വിഷയങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഇത്തരം വാർത്തകൾ കൊടുക്കുമ്പോൾ അതിന്റെ യാഥാർത്ഥ്യം അറിയാഞ്ഞിട്ടൊന്നുമല്ല, പക്ഷെ റീച്ചിന് വേണ്ടി, റേറ്റിംഗിന് വേണ്ടി കാണിക്കുന്ന തെമ്മാടിത്തരമാണ്. ഒരു വലിയ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന്, അതായത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയിൽ നിന്ന് വരാൻ പോകുന്നു എന്ന് പ്രചരിപ്പിക്കുമ്പോൾ, പറയുമ്പോൾ അതിന്റെ വാസ്തവം എത്രത്തോളം ഉണ്ട് എന്ന്, അതായത് ഒരു യഥാർത്ഥ മാധ്യമ പ്രവർത്തനം നടത്തുന്ന ആളുകൾ അന്വേഷിക്കും. സ്വാഭാവികമായും ഇവർക്കിത് അറിയില്ലാഞ്ഞിട്ടല്ല, അതിനുള്ള സോഴ്സുകളും ഉണ്ട് അവരുടെ മുമ്പിൽ. എന്നിട്ടും എന്തിനീ തെമ്മാടിത്തരം കാണിച്ചു എന്ന് ചോദിച്ചാൽ, ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് അൻവർ നടത്തുന്ന വാർത്താ സമ്മേളനത്തിന് അത് കാണാൻ വേണ്ടി ആളുകളില്ല.
രണ്ട്, അൻവർ ഇടുന്ന ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ലൈക്കും കമന്റും ഇല്ല. അൻവറിനെ ആർക്കും വേണ്ട, ചവിറ്റുകൊട്ടയിൽ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അൻവറിന്റെ വാർത്താ സമ്മേളനങ്ങൾക്ക് ഒരു പ്രാധാന്യം കിട്ടാൻ വേണ്ടി വീണ്ടും അൻവറിനെ ഒരു റേറ്റിംഗ് കൂട്ടാനുള്ള ഒരു ഉപാധിയാക്കി മാറ്റുന്നതിന് വേണ്ടി കാണിച്ച ഒരു കളിയാണ്. ഏറ്റവും കൂടുതൽ അൻവറിനെ വെച്ച് പൈസ ഉണ്ടാക്കിയ രണ്ട് ചാനലുകൾ, ഒന്ന് റിപ്പോർട്ടർ ചാനലും ഒന്ന് മീഡിയ വൺ ചാനലുമാണല്ലോ. അൻവറിന്റെ പേരും പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ കിടന്ന് എന്ത് ജാതി ഗീർവാണമായിരുന്നു, എന്തൊക്കെ വ്യാജ പ്രചരണങ്ങളാണ് അൻവർ അടിച്ചിറക്കിയത്. അൻവർ അടിച്ചിറക്കിയ വ്യാജ പ്രചരണം സത്യമെന്ന രീതിയിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ മീഡിയ വണ്ണും റിപ്പോർട്ടർ ചാനലും മത്സരിക്കുകയായിരുന്നു. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഈ പറയുന്ന PV അൻവർ പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് തെളിഞ്ഞോ? ഇല്ലല്ലോ. ഒരു കാര്യത്തിലും തെളിവ് പോലും PV അൻവറിന് കൊടുക്കാൻ കഴിഞ്ഞില്ല. തെളിവുണ്ടോ എന്ന് റിപ്പോർട്ടർ ചാനൽ തന്നെ PV അൻവറിനോട് ചോദിച്ചപ്പോൾ ഡോക്ടർ അരുൺകുമാറിനോട് അൻവർ പറഞ്ഞത് തെളിവൊന്നുമില്ല എന്നാണ്. അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട തെളിവുണ്ടോ എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ നിങ്ങൾ പോയി അന്വേഷിക്കുക എന്നായിരുന്നു അയാളുടെ മറുപടി. വാപോയ കോടാലി. അതിനപ്പുറത്തേക്ക് വേറൊന്നും തന്നെ അൻവറിനെ പറ്റി പറയാനില്ല. മാത്രമല്ല, ഇപ്പോ റിപ്പോർട്ടർ ചാനലിനെതിരെ PP ദിവ്യയും ഒരു നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. സുജയ പാർവതിക്കെതിരെയാണ് നിയമ നടപടി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും സുജയ പാർവതിക്കെതിരെ ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോയി നിയമ പോരാട്ടം നടത്തുമെന്നാണ് PP ദിവ്യ പറഞ്ഞിട്ടുള്ളത്. പ്രതിഭ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട പല നേതാക്കളും രംഗത്തേക്ക് വരികയാണ് വ്യാജ വാർത്തകൾക്കെതിരെ. CPM തന്നെ ഈ രംഗത്തേക്ക് ഇറങ്ങി ഇത്തരം വാർത്തകളെ പ്രതിരോധിക്കാൻ വേണ്ടി ഇറങ്ങാൻ പോവുകയാണ്. ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞിരിക്കുന്നു, ഇടതുപക്ഷത്തിനെതിരെ ഇനി ഉയരുന്ന വ്യാജ വാർത്തകൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. വ്യാജ വാർത്തയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന അന്തിചർച്ചകൾക്ക് ഇനി ആരെയും തന്നെ ഇനി വിടുന്നില്ല എന്നൊരു നിലപാട് കൂടി സ്വീകരിക്കുകയാണ് AKG സെന്ററിൽ നിന്ന്. അപ്പോ മാധ്യമങ്ങളുടെ, അതായത് നുണ പ്രചരിപ്പിക്കുന്ന വ്യാജ വാർത്ത പ്രചരിപ്പിക്കുന്ന മാധ്യമങ്ങളുടെ വാ മൂടി കെട്ടാൻ വേണ്ടി തന്നെ ഇറങ്ങുകയാണ്. വേറെ വഴിയില്ല. ഞങ്ങൾ സത്യം പറയില്ല, ഞങ്ങൾ കള്ളം മാത്രമേ പ്രചരിപ്പിക്കൂ എന്ന് വാശി പിടിച്ചാൽ പിന്നെ എങ്ങനെയാണ് ഇതിനെ പ്രതിരോധിക്കേണ്ടത്? ഇങ്ങനെ തന്നെയാണ് അതിനെ പ്രതിരോധിക്കേണ്ടത്. ഇത്തരത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കുമ്പോഴും യാതൊരു ഉളുപ്പുമില്ലാതെ വീണ്ടും അതേ രീതിയിൽ തന്നെ വ്യാജ വാർത്ത പ്രചരിപ്പിക്കുകയാണല്ലോ. മനോരമയെ പോലും തോൽപ്പിച്ചു കളഞ്ഞ റിപ്പോർട്ടറെ എന്ന് മാത്രമേ പറയാനുള്ളൂ. റിപ്പോർട്ടർ ചാനലിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി നിരന്തരം പല വ്യാജ വാർത്തകളും വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഇടതുപക്ഷത്തിനെതിരെ. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരെ ഇടത് വിരുദ്ധ വാർത്തകൾ വളരെ കൂടുതൽ റിപ്പോർട്ടർ ചാനലിൽ നമ്മൾ കാണുന്നത്? വേറൊന്നും കൊണ്ടല്ല. കോൺഗ്രസ് വനിതാ നേതാക്കളുടെ മക്കൾ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ഭാര്യ, അങ്ങനെ അടക്കം നിരവധി കോൺഗ്രസ് നേതാക്കളുടെ ഭാര്യമാരും മക്കളും അങ്ങനെ പലരും റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായും അവർ ആ ചാനലിനെ ഉപയോഗപ്പെടുത്തുക ഏത് രീതിയിലായിരിക്കുമെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. എന്തായാലും വാർത്ത കൊടുക്കുന്നതിന് മുമ്പും വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പും ചെയ്യുന്ന ജോലി മാധ്യമ പ്രവർത്തനമാണെന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് ആലോചിക്കുന്നത് നല്ലതാണ്. നിരന്തരം വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഈ നാട്ടിലെ ഒരു വലിയ വിപത്തായി, വലിയൊരു പ്രഹസനമായി, വലിയൊരു കോമാളിയായി നിങ്ങൾ മാറുന്നത് കാണുമ്പോൾ മാധ്യമ പ്രവർത്തനം ശരിയായ രീതിയിൽ നടത്തുന്ന ആളുകൾക്ക് പോലും അതൊരു നാണക്കേടാണെന്ന് പറയാതെ വയ്യ. എവിടെയെങ്കിലും ഒക്കെ ഒരു കൊലപാതകം നടന്നിട്ടുണ്ടെങ്കിൽ ആ നഷ്ടം സംഭവിച്ച വീട്ടിലേക്ക് കോലും പൊക്കി പിടിച്ചുകൊണ്ടുപോയി അവരുടെ മാനസികാവസ്ഥ പോലും എന്താണെന്ന് നോക്കാതെ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ ചാനലിന്റെ നെറികെട്ട മാധ്യമ പ്രവർത്തനത്തെ പറ്റി ഞാൻ അധികം പറയേണ്ടതില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്.